ഹായ് നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ഞാനിപ്പോൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, നല്ല ടെൻഷനായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു, ഒത്തിരി പ്രതിസന്ധിയായിരുന്നു എനിക്ക്. അത് എല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒന്നും ഓക്കെ ആയിട്ടില്ല. എൻ്റെ ചാനൽ ഇന്നലെ ടെർമിനേഷനായി. ഇന്നലെ എനിക്ക് ചാനൽ ടെർമിനേഷനായിരുന്നു. ഒരു രാത്രി ഒരു 10:30 ആയപ്പോഴത്തേക്ക് എനിക്കൊരു മെയിൽ വന്നു, ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി എന്നും പറഞ്ഞ്. അത് എനിക്ക് അപ്പീൽ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ടെർമിനേഷനായി പോയത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാൻ വന്നത്. പുതിയ യൂട്യൂബേഴ്സ് ഒരു കാരണവശാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങളുടെ ചാനലിന് ഏറ്റവും ഉപകാരം തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും അറിവില്ലാതെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നവരാണ് യൂട്യൂബിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയാത്തതുണ്ട്. നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ യൂട്യൂബിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം നമ്മുടെ ചാനൽ ടെർമിനേഷനായി പോകാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്, നമുക്ക് അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന അറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷേ അത് എനിക്ക് പറ്റിയതായതുകൊണ്ടിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിഞ്ഞോട്ടെ എന്നോർത്തിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാനൽ എടുത്തിട്ട് ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ചെയ്തത്. ഇപ്പം ഇന്നലെ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി, ഇന്ന് രാവിലെ ഞാൻ പുതിയ ചാനൽ ഓപ്പൺ ചെയ്തതാണിത്. എൻ്റെ മെയിൽ ഐ ഡി പോലും എനിക്കില്ല, എനിക്ക് ഗൂഗിളിൽ അക്കൗണ്ടേ ഇല്ലാത്ത രീതിയിൽ ഫുള്ള് അടിച്ചു പോയി ഗൈസ് എന്ന് പറയും പോലെയായി, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്നത്, അപ്പോൾ ദൈവത്തെ ഓർത്ത് തുടക്കക്കാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, തുടക്കക്കാരല്ല മറ്റുള്ളവരാണെങ്കിൽ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കുറേ കാര്യങ്ങൾ സെറ്റിങ്സും അതും ഇതൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ സെറ്റിങ്സാണ്. സെറ്റിങ്സ് നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചാനൽ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ സെറ്റിങ്സും കാര്യങ്ങളും അതിൽ ചെയ്യാനുണ്ട്. വൈറ്റ് സ്റ്റുഡിയോയിലൊക്കെ കയറി നമുക്ക് കുറേ സെറ്റിങ്സ് ക്രോമിൽ കയറിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന പോലെ ആവില്ല, എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ആവില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതിൽ കുറേ കാര്യങ്ങൾ അറിയായിരുന്നു, കുറേ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തു, അറിയാത്ത കാര്യങ്ങൾ ഞാൻ അവിടെ വിട്ട് കളഞ്ഞു. എൻ്റെ പഴയ അക്കൗണ്ടിലത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനും യൂട്യൂബ് തന്നെ നോക്കിയിട്ടാണ് ഞാനും ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തത്. എല്ലാവരും യൂട്യൂബൊക്കെ നോക്കിയായിരിക്കും ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഞാനും യൂട്യൂബ് നോക്കിയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആ യൂട്യൂബിൽ കൊടുത്ത പോലെ തന്നെ ഞാൻ കൊടുത്തു. പക്ഷേ യൂട്യൂബിൽ കൊടുത്ത പോലെ തന്നെ ആവണം എന്നില്ല. അതായത് ഇപ്പോൾ വേറൊരാളുടെ വീഡിയോ കണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾക്കും അറിയാത്ത കാര്യം അയാൾ അതിൽ പറയില്ല സെറ്റിങ്സ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ കാണുന്ന ഒരു വീഡിയോയിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വരില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ സെറ്റിങ്സ് ചെയ്യുമ്പോൾ വേറൊരു ടെക് ചാനലിൽ ആർക്കെങ്കിലും, ഇപ്പോൾ ഒത്തിരി ടെക് ചാനൽസ് ഉണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് സെറ്റിങ്സ് ക്ലിയർ ആക്കി മേടിക്കുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സെറ്റിങ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലിയർ ആക്കുക, കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത് ഈ സെറ്റിങ്സ് ചെയ്ത് ജിജോ ചേട്ടൻ്റെ കൊടുത്തിട്ടാണ്. എല്ലാവർക്കും അറിയായിരിക്കും, J4Tech എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ, എനിക്ക് മെയിൽ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഞാൻ ജിജോ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്തു. രാത്രി ഞാൻ ജിജോ ചേട്ടനെ വിളിച്ചു. ജിജോ ചേട്ടനാണ് എനിക്കെല്ലാം രാത്രി തന്നെ, പുള്ളി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്നോട് പറഞ്ഞു, ഇത് അപ്പീൽ കൊടുക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് രാവിലെ എനിക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്, സെറ്റിങ്സൊക്കെ എനിക്ക് ചെയ്ത് തന്ന് ക്ലിയർ ആക്കി തന്ന് എൻ്റെ കയ്യിലേക്ക് ചാനൽ തന്നത് ജിജോ ചേട്ടനാണ്. ജിജോ ചേട്ടന് വലിയൊരു താങ്ക്സ്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ടെക്കുകാർക്ക് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം, അതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടെക് ചാനൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും, നമ്മൾക്ക് ഒരുപാട് ടെക് ചാനൽ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ അപ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദം എന്ന് തോന്നുന്ന ഒരു ചാനലും, നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഉപയോഗമുള്ള ഒരു ചാനൽ, അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും, നമുക്കതിൽ നിന്ന് അറിയാൻ പറ്റും എന്നുള്ളൊരു ചാനൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോസ് നമ്മൾ കാണാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ടെക് ചാനൽസിലെ വീഡിയോസ് നമ്മൾ കാണാൻ ശ്രമിക്കുക. കാരണം അവരുടെ ചാനലിൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങളാണ്. അതിപ്പോൾ കേൾക്കാത്തതിൻ്റെയാണ് ഞാനിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ,
എനിക്ക് പറ്റിയ അബദ്ധം. നമ്മൾ ഒരു കാരണം വെച്ചാലും നമ്മൾ ഇത് ചാനലിൽ ചെയ്യാൻ പാടില്ല. എനിക്ക് പറ്റിയ ഒരബദ്ധമാണ്. ഞാൻ കണ്ടിരുന്നു ഇതിൻ്റെ വീഡിയോ, എങ്കിൽ പോലും ഞാൻ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മളൊരു കാരണം വെച്ചാലും കുട്ടികളെ മാത്രം നിർത്തിക്കൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. കാരണം 2024 പകുതി 2025 ആയപ്പോഴത്തേക്കും യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. ഇത് എനിക്ക് അറിഞ്ഞതല്ല, ഞാൻ അറിഞ്ഞ ഒരു കാര്യമല്ല, എന്നോട് പറഞ്ഞു തന്നതും ഞാൻ അറിഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും ടെക് ചാനൽ കാണുന്നവരാവില്ല, എല്ലാവരും ഇപ്പോൾ എൻ്റെ ചാനലും കാണണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും ഉപയോഗപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് ഓർത്തിട്ട് മാത്രം എനിക്ക് പറ്റിയതുപോലെ ദൈവത്തെ ഓർത്ത് ഒരാൾക്കും പറ്റരുത്. കാരണം നമ്മൾ അത്രയും സ്വപ്നം കണ്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമ്മൾ തുടങ്ങുന്നതായിരിക്കും യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമായിരിക്കും. ഞാൻ അത്രയും സന്തോഷം അനുഭവിച്ച് എനിക്ക് 5 ദിവസം കൊണ്ട് എനിക്ക് നല്ലോണം സബ്സ്ക്രൈബേഴ്സും ആയിരുന്നു. അത്യാവശ്യം എൻ്റെ ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു 13K വരെ എനിക്കായിരുന്നു വ്യൂസ്. അത്രയൊക്കെ ആയിട്ട് ആ ചാനൽ പോയപ്പോൾ ഉണ്ടായിരുന്ന വിഷമം എന്ന് പറഞ്ഞത് ചെറിയൊരു വിഷമമല്ല, നല്ല വിഷമമായിരുന്നു. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പോലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു ചാനൽ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സങ്കടമാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ, ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. കുട്ടികളെ വെച്ച് ഒറ്റയ്ക്ക് നിർത്തി മാക്സിമം വീഡിയോ എടുക്കരുത്. എനിക്കതൊക്കെ പറഞ്ഞു തന്നത് ജിയോ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളെ നിർത്തി ഒരു കാരണവശാലും വീഡിയോ എടുക്കരുത്. പിന്നെ എനിക്ക് പറ്റിയ ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാമായിരുന്നു എന്നാൽ പോലും ഞാൻ ഒരുപാട് ടെക് ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ട്, ഒരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ കേൾക്കാത്ത കാര്യം, നമ്മൾ ഈ ടെക് ചാനൽ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും. അതിൻ്റെ ഇടയിൽ കമൻസ് നോക്കുമ്പോൾ ആ കമൻസിൽ കുറേ ആളുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ഒരുമിച്ച് മുന്നേറാം, എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുമോ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരുമിച്ച് മുന്നേറാം, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് കുറേ കമൻസ് വരും. അപ്പോൾ ആ കമൻറ്റിൻ്റെ കൂടെ നമ്മളും കൊണ്ട് കമൻ്റ് ഇടും, വരൂ ഒരുമിച്ച് മുന്നേറാം, സപ്പോർട്ട് മീ എന്നൊക്കെ പറഞ്ഞ് നമ്മളും കുറേ കമൻറ്റ് ചെയ്യും. ദൈവത്തെ ഓർത്ത് അങ്ങനെ കമൻറ്റ് ചെയ്യരുത്. ഒരു കാരണം വെച്ചാലും നിങ്ങൾ ചെയ്യരുത്. അത് 1, 2, 3 കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ ഒരുമിച്ച് മുന്നേറാം, പ്ലീസ് സപ്പോർട്ട് മീ, ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെയുണ്ട്. ഞാൻ കാണുന്നത് ടെക് ചാനൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ചാനലിലും ഇങ്ങനെ കമൻറ്റ് കിടക്കുന്നത് കണ്ടതുകൊണ്ടിട്ടാണ് ഞാനും അങ്ങനെ ചെയ്തത്. പക്ഷേ അതെനിക്ക് വലിയൊരു അബദ്ധത്തിലേക്ക് ചെന്ന് അതെനിക്ക് ഇങ്ങനെ ഒരു പണി തരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. അറിയായിരുന്നെങ്കിൽ എന്നല്ല, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഒരു കാരണം വെച്ചാൽ നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക, ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് ഒന്നാമത് പറഞ്ഞാൽ ആ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഞാൻ ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ആരുടെ അടുത്തും പോയി കാല് പിടിച്ച് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ പ്ലീസ് 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 എന്ന് അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ നമുക്ക് വെറുതെയാണ്. കാരണം നമുക്കൊരു 10 പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാളായിരിക്കും നമ്മുടെ വീഡിയോ ഫുള്ളിരുന്ന് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അപേക്ഷിച്ച് നമുക്ക് സബ്സ്ക്രൈബ് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രിപ്ഷൻ കൂട്ടുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലാതെ നമ്മുടെ ചാനൽ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തു, അത് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ കണ്ടിരിക്കുള്ളൂ. അപ്പോൾ അതുമല്ല, നമ്മുടെ ചാനൽ കണ്ടിരിക്കാനും ഒരാഗ്രഹം അവർക്ക് തോന്നണം. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 10 പേരോട് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്യും. ചിലപ്പോൾ അവർ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ മാറിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പോട്ടെ, അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ എപ്പോഴായാലും അവർ ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ അറിയുന്നില്ല അത്. ഓക്കെ, നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും എല്ലാവരും ചെയ്യില്ല. അപ്പോൾ ആ കമൻറ്റ് കണ്ടിട്ട് ചിലപ്പോൾ ഒരാളായിരിക്കും ചെയ്യുള്ളൂ, ചിലപ്പോൾ ഒരാളും ചെയ്തൊന്നും വരില്ല. അപ്പോൾ വെറുതെ നമ്മൾ നമ്മുടേതായ ഒരു ചാനൽ, നമ്മുടെ ചാനലാണ് അവിടെ താന്നു പോകുന്നത്. അപ്പോൾ വെറുതെ അങ്ങനെ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചെയ്യരുത്. കുട്ടികളുടെ വീഡിയോയും മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം കുട്ടികളുടെ വീഡിയോയിലൊക്കെ എന്തെങ്കിലും ചെറിയ ഫോൾട്ട് യൂട്യൂബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്യും. അതുകൊണ്ടിട്ട് അങ്ങനെയും ചെയ്യരുത്. എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണിത്. ഇത് രണ്ടും ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. എനിക്കിങ്ങനെ പറ്റിയോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വീഡിയോ ഇതായിരിക്കണം. ഞാൻ ചാനലിപ്പോൾ ഇന്നലെ രാത്രി എൻ്റെ ചാനൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ചാനൽ ഞാൻ എന്തായാലും ചാനൽ എടുക്കണമല്ലോ. അപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ഒരേ ഒരു കാര്യമായിരുന്നു, എൻ്റെ ചാനലിൽ ഫസ്റ്റ് വ്ളോഗ് ഇത് തന്നെയായിരിക്കണം. കാരണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് സംഭവിച്ചത്
നാളെ വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തരും വലുതാണ്. അപ്പോൾ നമ്മൾ കെഞ്ചി മേടിക്കുന്നതും അല്ലാതെ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ പറയാം ഒന്ന് ചെയ്യാൻ പോടി എന്നൊക്കെ ചോദിക്കുന്നതിൽ തെറ്റില്ല. അന്നിങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മൾ പ്രഷർ ചെയ്ത് ചെയ്യിക്കുന്നത് വ്യത്യാസമുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സും വലുതാണ്. യൂട്യൂബ് സ്റ്റാർട്ടിങ് ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, അപ്പോൾ എന്നെ പോലെയുള്ള സ്റ്റാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് ഉള്ളൊരു ഓരോ സബ്സ്ക്രൈബേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ കളയാതിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാണുന്നവർ കാണട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യട്ടെ, അത്ര തന്നെ. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനൊരു വീഡിയോ ലെങ്തി ആയി പോകുന്നു. അപ്പോൾ ഇനി ഇങ്ങനൊരു അബദ്ധം ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഫുള്ള് പോയി, എൻ്റെ കോൺടാക്ട്സ് പോയി, പിന്നെ എൻ്റെ ഗൂഗിൾ പേ പോയി. നമുക്ക് ആ മെയിൽ ഐ ഡി ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഫോണിൽ നമുക്ക് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചാനൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ നമുക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. പിന്നെ നമ്മൾ വേറൊരാളുടെ ഫോണിൽ വേണം മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒരുപാട് ബുദ്ധിമുട്ടുമാണത്. ഇപ്പോൾ എൻ്റെ ഗൂഗിൾ പേ ഒക്കെ പോയി നമുക്ക് ഇനി അത് വീണ്ടും സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, വേറെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഒരാളും അങ്ങനത്തെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കൊണ്ടുപോയി എല്ലാവരും അടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണിക്കണ കണ്ടുകൊണ്ടിട്ട് എനിക്കും കിട്ടി. അപ്പോൾ അതുകൊണ്ടിട്ട് ഇനി ദൈവത്തെ ഓർത്ത് വേറെ ആൾക്ക് വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്യൂബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത്രയും മുഴുവൻ ഇരുന്ന് കണ്ടോ. ആദ്യം കണ്ട് അവസാനം കണ്ടിങ്ങനെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരും പഴയതുപോലെ എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അത് പറയാൻ മറന്നുപോയി, അതുകൊണ്ട് കേട്ടോ. എന്നെ പഴയ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.